അക്കാഡമി. അങ്ങനെ നമ്മുടെ സെറ്റ് എക്സാം കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഉച്ച കഴിയുമ്പോഴത്തേന് നമ്മുടെ ആൻസർ കീ, ടെൻറ്റേറ്റീവ് ആൻസർ കീ LBS പബ്ലിഷ് ചെയ്യും. അപ്പോൾ നമുക്ക് അതും കൂടെ കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്രമാത്രം സ്കോർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയെ സംബന്ധിച്ചോളം ഹൈംസ് അക്കാഡമി റെക്കോർഡ് സെക്ഷൻസ് പ്ലസ് നമ്മുടെ ലൈവിലൂടെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ഒരു അക്കാഡമിയാണ്. അതുകൊണ്ട് തന്നെ ഹൈംസ് അക്കാഡമിയിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം വലിയൊരു ബുദ്ധിമുട്ട് പേപ്പർ 1 വന്നില്ല എന്നുള്ളതാണ്. കറണ്ട് അഫെയർ ഇഷ്ടംപോലെ കയറി വന്നു, പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ നിന്ന് കറണ്ട് അഫെയർ വന്നു. എങ്കിലും അല്ലാത്ത ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ നല്ലൊരു പെർസെൻറ്റേജ് നമ്മളുടെ കുട്ടികൾക്ക് നന്നായിട്ട് ആ ഒരു കറക്റ്റായിട്ട്, അതായത് ആ വെറുതെ കുറേ നോട്ട്സ് തന്നിട്ട് നിങ്ങളെ വിടുകയല്ല ചെയ്തത്, ആ ഏരിയ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അതിൽ നിന്ന് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ 70-ന് മുകളിൽ മാർക്ക് തേടിയ ഇഷ്ടം പോലെ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്റ്റുഡൻസിനും ആ 70-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം കൃത്യമായിട്ടുള്ളൊരു പഠനം നമുക്ക് സെറ്റിന് ആവശ്യമാണ്. ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ചിട്ട് നമ്മൾ സെറ്റ് എക്സാം ഒരിക്കലും പാസ്സാവാനായിട്ട് പോകുന്നില്ല. അത് നമുക്ക് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഏരിയയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കുക, അതിൽ നിന്ന് എവിടെ നിന്ന് വന്നാലും ഓർക്കത്തിൽ നിന്ന് പോലും ആൻസർ ചെയ്യാൻ പറ്റുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ലൈവ് സെക്ഷൻ നമ്മൾ റെഗുലർ ബാച്ച് ഉണ്ടായിരുന്നു, ഇതുകൂടാതെ 10 ദിവസത്തെ ലൈവ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൽ മാത്രം അറ്റൻഡ് ചെയ്ത, അല്ലെങ്കിൽ അതിൽ 1-2 ക്ലാസ് പോലും അറ്റൻഡ് ചെയ്തവരെ പോലും ഇട്ടിരിക്കുന്ന ചെറിയ വോയിസ് ഓവറുകളാണ് ഞാൻ ഇട്ട് തരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. നമ്മളുടെ ഡിസിഷൻ കറക്റ്റായിട്ട് എടുക്കുക. പിന്നീട് നമ്മൾ അതിനെ ചൊല്ലി അല്ലെങ്കിൽ വിഷമിച്ചിട്ട് കാര്യമില്ല, പിന്നെ റിഗ്രറ്റ് ചെയ്യരുത്. കാരണം നമ്മൾ കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കുക. 6 മാസം വെറുതെ വേസ്റ്റ് ആക്കരുത്. അപ്പോൾ കൃത്യമായിട്ടുള്ള തീരുമാനത്തിലൂടെ കൃത്യമായിട്ടുള്ള വിജയം നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. മിസ്സ് പഠിപ്പിച്ച കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ഉത്തരം എഴുതി. ഇപ്പം ആൻസർക്ക് നോക്കിയപ്പം കുഴപ്പമില്ലാത്ത മാർക്കുണ്ട് ജനറൽ പേപ്പറിൽ. പക്ഷേ സബ്ജക്റ്റ് പേപ്പറിൽ നല്ല ടഫായിരുന്നു. അത് മാത്സ് ആയതുകൊണ്ടേ ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫുള്ളൊന്നും ചെയ്യാനൊന്നും ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ സെറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല. പക്ഷെ ജനറൽ പേപ്പറിൽ എന്തായാലും പാസ്സാവും എന്നല്ല, ആവശ്യത്തിൽ കൂടുതൽ നല്ല മാർക്കും കിട്ടും. മിസ്സിൻ്റെ ക്ലാസ് അത്രയും അടിപൊളിയായിരുന്നു. ഭയങ്കര എന്താ പറയുക, ശരിക്കും ഇതാണ് ക്ലാസ് എന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ, ഞാൻ വേറൊരു അക്കാഡമിയിൽ മറ്റേ അക്കാഡമി അതിൽ ജോയിൻ ചെയ്തതാണ്. ഒരുപാട് എമൗണ്ടാണ് അവർ, ഭയങ്കര എക്സ്പെൻസീവാണ് മേടിക്കുന്നത്. എന്നിട്ട് എനിക്ക് അത് അവർ മേടിക്കുന്ന മണി അതിനുള്ള ക്ലാസ് നോക്കുമ്പം ഭയങ്കര മോശമായിട്ടാണ് ക്ലാസ്. ശരിക്ക് 2019 മീൻസ് എടുത്തു വെച്ച കോവിഡ് ടൈമിലത്തെ ക്ലാസ്സൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. എനിക്കെന്നിട്ട് അത് ഇങ്ങോട്ട് തീരെ മനസ്സിലാവാനിട്ടുമാണ് ഞാനിങ്ങനെ മാമിന് ഇങ്ങനെ ഒരു ലൈവ് ബാച്ച് ഉള്ളതൊക്കെ ഞാൻ ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുക. എന്തായാലും നല്ല ക്ലാസ്സാണ് മിസ്സേ. അപ്പോൾ മാം താങ്ക് യു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും കട്ട് ഓഫ് കിടന്നിട്ടുണ്ട്, ഇപ്രാവശ്യമാണെങ്കിലും പ്രശ്നമില്ല. മാം പറഞ്ഞ വോയിസ് ഇങ്ങനെ കേട്ട് പഠിച്ചതുകൊണ്ട് എന്താണ് ആ ബുദ്ധിസത്തിൽ ആ പ്രഭജ എന്ന് പറയുന്നത് പോലും അതിങ്ങനെ മൈൻഡിലാക്കാണ്ട് പോവുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നിട്ടുള്ളത് കൊണ്ട് അതുപോലും മിസ്സാവാണ്ട് വന്നു. അപ്പോൾ എനിക്ക് എന്താണ് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് അഫെയറും ഫിലോസഫിയും എൻ്റെ പേര് സൈക്കോളജി മാത്രമേ ഉണ്ടായിട്ടു. അപ്പം നമുക്ക് ഈ വേദിക്ക് സിസ്റ്റമും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അത് പഠിക്കാനുള്ള ഒരു ഇതുപോലും ഉണ്ടായിട്ടില്ല. എന്താ പറയണ്ടേ, അത് എങ്ങനെ കയറുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് അത് കൺഫ്യൂഷൻ ആകുന്നു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ. അപ്പം ആ കാര്യങ്ങൾ നല്ല വൃത്തിക്ക് കിട്ടീന്. അപ്പം അതിങ്ങനെ എന്താ പറയണ്ടേ, ബാക്കി നമുക്ക് സെറ്റ് കിട്ടുന്നതല്ല, നമ്മ ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ അതിങ്ങനെ വന്നിട്ട് അറ്റൻഡ് ആക്കി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. പിന്നെ അത് നമുക്ക് എന്തായാലും ലക്കല്ലേ, നല്ല ഇനു എന്താണ് ഇപ്രാവശ്യം സെറ്റ് കിട്ടട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കുന്നു. നല്ല ക്ലാസ് ചെയ്യുന്നു, എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ട്. ഒത്തിരി സന്തോഷമായി റിപ്ലൈ കണ്ടപ്പം. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാമിൻ്റെ റെഗുലർ സ്റ്റുഡൻ്റ് അല്ല, എല്ലാ സബ്ജക്റ്റും ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ സെറ്റ് എക്സാം ആദ്യമായിട്ടാണ് എഴുതുന്നത്. അപ്പം ഏത് കോഴ്സ് എടുക്കണം എങ്ങനെ എടുക്കണം ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2-3 പ്രാവശ്യം നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട്. നെറ്റിന് ഞാൻ കോഴ്സ് എടുക്കുകയും പഠിക്കലും ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. അത് കിട്ടായിട്ട് എന്താ പറയുക, എത്തിയിട്ട് പോവും. അങ്ങനെ നിൽക്കുമ്പോഴാണ് സെറ്റ് എഴുതാൻ പറയുന്നത്. ഹസ്ബൻഡ് പറഞ്ഞതായിരുന്നു സെറ്റ് എഴുതാൻ. അങ്ങനെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് എല്ലാത്തൊക്കെ കണ്ട എന്തായാലും മാമിനോട് തുറന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ.
പിന്നെ സത്യം പറയുകയാണെങ്കിൽ മാമിൻ്റെ ക്ലാസ് ഞാൻ യൂട്യൂബിൽ അന്ന് കണ്ടില്ല, സത്യം. അങ്ങനെ ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നു, അതിലൊരുപാട് പേര് സെറ്റ് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിൽ ജോയിൻ ചെയ്ത്. അങ്ങനെ ജോയിൻ ചെയ്ത് കുറച്ച് അപ്പോഴൊന്നും ഞാൻ ക്ലാസ് കേൾക്കല്ലേനു. ബി എഡ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് വർക്കും കാര്യമുള്ളത് കൊണ്ട് അങ്ങനെ അങ്ങനെ പിന്നാണ് ഞാൻ മാമിൻ്റെ ക്ലാസ് യൂട്യൂബിൽ കാണുന്നതും ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, ഞാൻ ഫ്രാങ്കായിട്ട് പറയാണ്. എൻ്റെ അനുഭവം, ഞാൻ സെറ്റിനെ കുറിച്ചുള്ള അനുഭവം ഞാൻ പറയാം. ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി ഈ മാമിൻ്റെ ക്ലാസ്. ഭയങ്കര ക്യാച്ച്, നമുക്കിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ. പക്ഷേ അപ്പോഴത്തേന് ഞാൻ സി സിയിൽ ഓൾറെഡി കോഴ്സ് എടുത്ത് പോയല്ലോ എന്നുള്ളൊരു ഖേദം സത്യമായിട്ട് മനസ്സിൽ വന്ന്. പൊരുത്തപ്പെടാൻ കഴിയുന്നുമില്ല, പക്ഷെ എടുത്തും പോയി. 4000 രൂപ വെച്ച് ഞാൻ എടുത്തും പോയി. അങ്ങനെ ഞാൻ മാമിൻ്റെ ചാറ്റിൽ നോക്കിയാൽ അറിയണ്ടോ അറിയില്ല, കൊമേഴ്സിന് എത്ര ആവും, ജനറൽ പേപ്പറിന് എത്ര ആവും, രണ്ടും കൂടി ഇത്ര ആവും എത്ര ആവും പറഞ്ഞു കാട്ടി പൈസ മറ്റേത് എടുത്തില്ലാണെങ്കിൽ മാമിൻ്റെ ക്ലാസ് എനിക്ക് പ്രശ്നമില്ലേനു എടുക്കാനും. പക്ഷെ അവിടെയും കോഴ്സ് എടുക്കുക, അവിടെയും വന്ന് എടുക്കുക, അങ്ങനെ എനിക്ക് തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ എന്തായാലും വേണ്ടില്ല മാമിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഞാൻ കേട്ട് അതിലൊരുപാട് ക്ലാസ് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്നിട്ടും എനിക്ക് ഈ 100 രൂപേൻ്റെ ക്ലാസ് കാണുമ്പം അതിൽ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഓരോ കുട്ടികളും ഇങ്ങനെ ക്ലാസ് 100 രൂപ വെച്ച് എടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാവും. എന്താ വെച്ചാൽ അത്രയും നല്ല ക്ലാസ് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പം എന്താണല്ലോ മാമിൻ്റെ ഏതെങ്കിലും ഒരു ക്ലാസ് എനിക്ക് എടുക്കണം എന്ന നിർബന്ധത്തിൽ മാത്രമാണ് ഞാൻ ഫിലോസഫി, അത് മാം എങ്ങനെ എടുക്കുന്നത്, എനിക്ക് സി സി കിട്ടുമ്പോഴാണത് കിട്ടുന്നത്, ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം മാമിൻ്റെ ക്ലാസ് ഞാൻ അത്ര ഇഷ്ടത്തോടു കൂടി ഫിലോസഫി ഞാൻ എടുത്തത്. അത് എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ടാണ് എക്സാമിന്. ഓരോ കോഡായിട്ടും എപ്പിസ്റ്റമോളജി ഒക്കെ നമുക്ക് ആ ക്ലാസ് ഇങ്ങനെ ഓർമ്മ വരും. ഒരുപാട് താങ്ക്സ് ഉണ്ട് പറയുമ്പം. എല്ലാ സബ്ജക്റ്റും എടുത്ത് എന്നെ പഠിപ്പിച്ചിട്ടും ഒന്നുമില്ല, പക്ഷേ എല്ലാം പഠിപ്പിച്ചതിനെക്കാട്ടി അപ്പുറം ഒരു സ്ഥാനം മാമിനുണ്ട്. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ മെസ്സേജ് അയച്ചു തന്നിട്ട് എനിക്ക് അത്രയും ഒരു മനസ്സിൽ അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് പറഞ്ഞാലും ഞാൻ കുറച്ച് കാലം ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ പോയിട്ട് ട്യൂഷനിൽ. അപ്പം കുട്ടികൾ നമ്മളോട് ഓരോ ഇത് പറയുമ്പോൾ എത്രത്തോളം സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അപ്പം തന്നെ ഓർത്ത് മാമിന്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് എന്താ ഉള്ളത് മാമിന് മെസ്സേജ് അയക്കണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ അയച്ച്. ഇൻഷാ അള്ളാ മാം എത്രയും വേണ്ടിക്ക് പ്രാർത്ഥിക്കണം. എന്നുവെച്ചാൽ അത്ര ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നെറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കിട്ടാതെ പോയത് എനിക്ക് മേ ബി സെറ്റ് കിട്ടാനായിരിക്കാം. അപ്പം ഞാൻ പ്രതീക്ഷിക്കാത്ത മാർക്ക് എനിക്ക് കൊമേഴ്സിലൊക്കെ കിട്ടിയിട്ടുണ്ട്. കട്ട് ഓഫ് ആൻസർ കീ നോക്കിയിട്ട് എന്തായാലും മാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻഷാ അള്ളാ സെറ്റ് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. നമ്മളുടെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഓഗസ്റ്റ് 1 തന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എത്രയും നേരത്തെ നിങ്ങൾ ജോയിൻ ചെയ്താൽ ആ ഒരു ഓർഡറിൽ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ പോകാനായിട്ട് പറ്റും. ദെൻ ഇത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ലാസ്റ്റത്തെ ഒരു മന്ത് നമുക്ക് റിവിഷനും വീണ്ടും ലൈവ് സെക്ഷൻസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുമുള്ള ഒരവസരം ഉണ്ടാവണം. ദെൻ അതുകൊണ്ടാണ് നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകാനായിട്ടാണെങ്കിൽ നിങ്ങൾ ഓഗസ്റ്റ് 1 തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇടയ്ക്ക് ജോയിൻ ചെയ്തേ കഴിഞ്ഞും എളുപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് സ്റ്റാർട്ടിങ് തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ പറയുന്നതായിരിക്കും. താങ്ക് ഫോർ വാച്ചിങ്.